നിങ്ങളുടെ ചെറിയൊരു അശ്രദ്ധ അത് മറ്റൊരാൾക്ക് ചിലപ്പോൾ അയാളുടെ ജീവന്റെ വിലയായിരിക്കാം. പറ്റിയ തെറ്റിനെ മനഃപൂർവ്വമായി മറച്ചുവെക്കാനും തെളിവുകൾ നശിപ്പിക്കാനും കൂടി ശ്രമിച്ചാലോ ആ തെറ്റ് എത്ര വലിയ കുറ്റകൃത്യമായി മാറും? റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കൊല്ലത്തെ 8 വയസ്സുകാരി പേവിഷബാധയേറ്റു മരിച്ചതിൽ പുനലൂർ താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിനും 3 ഡോക്ടർമാർക്കുമെതിരെ കേസ്. കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് പുനലൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. അശ്രദ്ധമായും ഉദാസീനമായും ചികിത്സ നൽകിയതിനാണ് ഡോക്ടർ ദേവി ലക്ഷ്മി, ഡോക്ടർ അംജിത, ഡോക്ടർ ജയസൂര്യ എന്നിവർക്കെതിരെ കേസെടുത്തത്. ചികിത്സാ പിഴവ് മറച്ചുവെച്ച് തെളിവ് നശിപ്പിച്ചതിനാണ് സൂപ്രണ്ട് KR സുനിൽകുമാറിനെതിരെ കേസെടുത്തത്. ഗോകുൽനാഥിനോട് വിവരങ്ങൾ ചോദിക്കാം. ഗോകുൽ, ഒരു ഡോക്ടറിന്റെ മുന്നിൽ ചികിത്സയ്ക്കായി നമ്മൾ ഓരോരുത്തരും പോകുന്നത് എത്രമാത്രം വിശ്വസിച്ചാണ്? നമ്മുടെ ജീവനാണ് അവരുടെ മുന്നിൽ സമർപ്പിക്കുന്നത്. അതിന് യാതൊരു കുറവും വരുത്താതെ, ഒരു കുറ്റവും വരുത്താതെ, ഒരു പ്രശ്നവുമില്ലാതെ നമ്മുടെ ജീവൻ അവർ തിരിച്ചു നൽകുമെന്നുള്ളൊരു വിശ്വാസം നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കും ചികിത്സയ്ക്കായി പോകുന്ന സമയത്ത് നമ്മൾ പൂർണ്ണമായും ഒരു വിശ്വാസം ആ ഡോക്ടർമാർക്ക്, ആ ഒരു ആശുപത്രിയുടെ മേൽ കൊടുക്കാറുണ്ട്. പക്ഷേ ഇവിടെ ചികിത്സാ പിഴവ് ഉണ്ടായി എന്നുള്ളത് മാത്രമല്ല, അത് മറച്ചുവെക്കാൻ ശ്രമിക്കുന്നു, തെളിവ് നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. എങ്ങനെയാണ് ഡോക്ടർ സമൂഹത്തിലെ ഇത്തരത്തിലുള്ള ഒറ്റപ്പെട്ട ആളുകളാണെങ്കിൽ പോലും അവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്നത്? ഷിഹാസ്, 2025 നടന്ന സംഭവത്തിൽ ഇപ്പോഴാണ് കേസ് എടുക്കുന്നതെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. പുനലൂർ പോലീസിന് മുൻപിൽ ആദ്യമേ കുട്ടിയുടെ അമ്മ ഈ വിഷയങ്ങളടക്കം ഉന്നയിച്ചുകൊണ്ട് പരാതി നൽകിയിരുന്നു. പക്ഷേ ആ പരാതിയിൽ കേസെടുക്കാൻ പുനലൂർ പോലീസ് തയ്യാറായില്ല. തുടർന്ന് ഇപ്പോൾ കോടതിയുടെ ഉത്തരവിന്മേലാണ് ഇപ്പോൾ ഈ ഡോക്ടർമാർക്കെതിരെ കേസെടുത്തെന്നുള്ളതാണ്. 2025 ഏപ്രിൽ മാസം 8-ാം തീയതിയാണ് കുന്നിക്കോട് സ്വദേശിനിയായിട്ടുള്ള 8 വയസ്സുകാരി നിയ ഫൈസലിന് തെരുവുനായയുടെ കടിയേൽക്കുന്നത്. വീടിന്റെ മുൻപിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടിയെ തെരുവുനായ കടിക്കുകയും തുടർന്ന് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു. ഈ സമയത്ത് പ്രാഥമികമായി ചികിത്സ നൽകേണ്ടത് ഇമ്മ്യൂണോഗ്ലോബിൻ അടക്കമുള്ള മരുന്നുകൾ നൽകുന്ന ചികിത്സയുണ്ട്. ഈ സമയത്ത് ഇമ്മ്യൂണോഗ്ലോബിൻ നൽകിയതിൽ കൃത്യമായ വിലോപമുണ്ടായി എന്ന് കാട്ടിക്കൊണ്ട് മാതാവ് അന്ന് തന്നെ മാധ്യമങ്ങൾക്ക് മുൻപിലും അതേപോലെ തന്നെ പുനലൂർ പോലീസിനും പരാതിയും ഒക്കെ നൽകുകയും ചെയ്തതാണ്. പക്ഷേ അപ്പോഴും പുനലൂർ പോലീസ് ഈ വിഷയത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയോ ഈ FIR ഇടുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അമ്മ പിന്നീട് സിരിജകൻ കമ്മിറ്റിക്ക് മുൻപിലേക്ക് തന്നെ പോകേണ്ടതായിട്ട് വന്നു. പുനലൂർ മജിസ്ട്രേറ്റിന് മുൻപിൽ ഈ കേസ് എത്തുകയും തുടർന്ന് പുനലൂർ മജിസ്ട്രേറ്റ് ഇപ്പോൾ നിലവിൽ ഉത്തരവിട്ടിരിക്കുകയാണ്. ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുന്നതടക്കമുള്ള അമ്മയ്ക്ക് പ്രാഥമികമായിട്ടുള്ള ചികിത്സ നടത്തുന്ന വിധങ്ങളുമൊക്കെ അറിയാം. ആ സമയത്ത് അമ്മ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇമ്മ്യൂണോഗ്ലോബിൻ നൽകുന്ന കാര്യത്തിൽ വലിയ വീഴ്ചയുണ്ടായി, അല്ലെങ്കിൽ നൽകിയതിൽ ചില ചികിത്സാ പിഴവുകൾ അടക്കമുണ്ട്. അതാണ് കുട്ടിയുടെ മരണത്തിലേക്ക് നയിച്ചതെന്നുള്ളതാണ്.